പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശമായ നാമം പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ദൈവജന ഭാഗം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ അഥവാ യഹോവയായ ദൈവത്തിലൂടെ അബ്രഹാമിന് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും സ്തോത്രം അവന്റെ വർധനയെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു അബ്രഹാമിനേക്കാൾ വലിയവനാണെന്ന് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് എന്ന് പറയാം. യഹോവയേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാത്തതുകൊണ്ട് യഹോവയെ കൊണ്ട് തന്നെ സത്യം ചെയ്യും, തന്നെ ചൊല്ലി നാമില്ലാതെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്ത് അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്ന് ആ വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വചനം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതിന് നമുക്ക് ദീർഘക്ഷമ ആവശ്യമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവ് പറയുവാനുള്ള ശക്തമായ ദൂത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഭാരത്തോടെ, പ്രയാസത്തോടെ, സങ്കടത്തോടെ, കണ്ണുനീരോടെയാണോ നിങ്ങളായിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രഭാതം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിലാണോ? അവിടെ ദൈവത്തിന് ദീർഘക്ഷമയോടെ ഇരുന്ന് ഈ വചനം പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കണം. എന്താണ്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കും. നിങ്ങളെ സകലത്തിലും ഇത് അനുഗ്രഹിക്കും, സകലത്തിലും ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. കുടുംബ ജീവിതത്തിൽ, തലമുറയിൽ, നിങ്ങളുടെ ജോലിയില്, സമ്പത്തില്, കൃഷിയില്, നിങ്ങളുടെ കാർഷിക ക്ഷീരമേഖല, അങ്ങനെ എല്ലാ മേഖലയിൽ ഒരു വർധനവ് ദൈവം തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാൽ മാനുഷികമായ വാക്കുകളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനാൽ നിങ്ങൾക്ക് ആണയിട്ടുറപ്പിക്കുന്ന വാക്കുകളാണ്. രക്തം ചെയ്യാം എന്നാലേ യഹോവയായ ദൈവം തന്നെ ചൊല്ലി തന്നെ അബ്രഹാമിനെ സത്യം ചെയ്തതുപോലെ കർത്താവായ യേശുക്രിസ്തു ആണയിട്ടുറപ്പിച്ച് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനെ കേൾക്കുന്ന മാതാപിതാക്കൾ ദീർഘക്ഷമയോടെ നമ്മൾ ഇരിക്കണം. രക്തം ചെയ്യും അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്നത് പോലെ. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ ദീർഘക്ഷമയാലും വാഗ്ദാനം അവകാശമാക്കിയ പൂർവ്വപിതാക്കന്മാരെ അനുകരിപ്പാൻ എബ്രായ ലേഖനത്തിൽ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാം ഇതിന് ദൃഷ്ടാന്തമാണ്. അബ്രഹാമിന് ഒരു മകൻ ജനിക്കുവാനുള്ള വാഗ്ദാനം ദൈവം നൽകിയതിനു ശേഷം 25 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇസഹാക്കിന് ജനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. 17-ാം അധ്യായത്തിലേക്ക് അബ്രഹാമിന് 99 വയസ്സുണ്ട്. ഹല്ലേലൂയ. 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന് വീണ്ടും ദൈവം പ്രത്യക്ഷനാകുന്നത്. ഹല്ലേലൂയ. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം വാഗ്ദത്ത സന്തതിയെ ഇസഹാക്കിനെ ദൈവം കൊടുക്കുകയാണ്. പ്രൈസ്. അപ്പോൾ അബ്രഹാമിന് 100 വയസ്സായി. നീണ്ട 25 വർഷം ക്ഷമയോടെ, ദീർഘക്ഷമയോടെ അബ്രഹാം കാത്തിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിങ്ങൾ ദൈവത്തിന് കാത്തിരിപ്പാൻ, ദീർഘക്ഷമയോടെ ഇരിപ്പാൻ കഴിയുന്നെങ്കിൽ അബ്രഹാമിന് നൽകിയിരിക്കുന്ന വാഗ്ദത്തം തന്നെ ദൈവം നിന്റെ മേലും പകർന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സങ്കടങ്ങൾ മാറും കേട്ടോ, നിന്റെ ദുഃഖങ്ങൾ മാറും. ഏത് വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിന്റെ നീ കണ്ണുനീർ തൂക്കുന്നത്, ഏത് വിഷയത്തിന്റെ നീ മാനസികമായി ഭാരപ്പെടുന്നു, അതിന്റെ നടുവിൽ ദൈവം തന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരുപാട് മാനസികമായി പ്രയാസത്തോടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവത്തെ പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരുപാട് മാനസികമായ വിഷയത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ വചനങ്ങൾ എന്നെ അങ്ങ് നിലനിർത്തുക. ഈ വചനങ്ങളാണ് എന്നെ ഈ വീണ്ടും പ്രസംഗിപ്പാൻ, ശുശ്രൂഷിപ്പാൻ അവസരം വിളിച്ചു തരുന്നത്.
കാരണം ഞാനും വചനം വായിച്ച ദൈവം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നതിനെ വർദ്ധിപ്പിക്കുകയും അബ്രഹാം ദീർഘക്ഷമയോടെ 25 വർഷം തനിക്ക് കിട്ടിയ വാഗ്ദത്ത മകനെ കുറിച്ച് കാത്തിരുന്നെങ്കിൽ എന്റെ സന്നിധിനൊക്കെ കാത്തിരിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കുമെന്നാണ് ഞാനത് വിശ്വസിച്ചു. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? രക്തം ചെയ്യും വിശ്വസിക്കണം കേട്ടോ. ഇവിടെ കർത്താവ് നല്ലവനാണ്. ഇവിടെ കർത്താവ് സ്നേഹമുള്ളവന്, കരുണയുള്ളവനാ, മനസ്സിലുള്ളവനാ, ദയുള്ളവനാ, മഹാദീർഘക്ഷമയുള്ളവനാണ്. നമ്മെ അനാഥനായി വിടാത്ത ദൈവമാണ്. അല്ലെങ്കിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാലിക്കും. രക്തം ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് വിഷയത്തെ ഞാൻ അഭിമുഖീകരിക്കുക, ഒരുപാട് പ്രശ്നത്തെ ഞാൻ അഭിമുഖീകരിക്കുക. നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് പോലെ തന്നെയുള്ള വിഷയങ്ങൾ ഞാനും അഭിമുഖീകരിക്കുന്നു. മാനുഷികമായ വാക്കുകളും മാനുഷികമായ കരങ്ങളെല്ലാം പിന്നോക്കം മാറുമ്പോൾ സ്വർഗത്തിൽ ദൈവം മുമ്പോട്ട് വരും. മനുഷ്യനെല്ലാം പിന്മാറ്റത്തിലേക്ക് പിന്മാറി പോകുമ്പോൾ ഇന്നലെ കണ്ടവരും കഴിഞ്ഞ നാൾ കണ്ടവരും ഒന്നിച്ച് തോളിൽ കൈയിട്ട് നടന്നവരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് നടന്നവരും ഒന്നിച്ച് ഒരു മേശയിൽ ഭക്ഷണം കഴിച്ചവരൊക്കെ നിന്റെ ആവശ്യ സമയത്ത് നിന്നെ മറന്നു പോകുമ്പോൾ അവിടെ നിന്നെ ചേർത്ത് പിടിക്കുവാൻ യേശുണ്ട്. രക്തം ചെയ്യണം. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവത്തിന്റെ വാഗ്ദത്ത വിഷയങ്ങളെ നീ ഇത് പ്രാപിക്കണം. രക്തം ചെയ്യണം. നീ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. നിന്റെ കണ്ണുനീർ തൂകുന്നത് കാണുവാൻ ദൈവം അനുവദിക്കുന്നില്ല. നിന്റെ കണ്ണുനീർ തുടയ്ക്കാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നീണ്ട 25 വർഷം കഴിഞ്ഞാണ് ഇസ്ഹാക്കിനെ ജനിച്ചത്. ഇസ്ഹാക്ക് ജനിച്ചത് വാഗ്ദാനം അവകാശമാക്കുന്നതിന് ദീർഘക്ഷമ ആവശ്യമാണെന്ന് അബ്രഹാമിന്റെ ജീവിതം തെളിയിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ ഒരു ആണയാൽ അതിന് ഉറപ്പ് നൽകിയിരുന്നു. ഹല്ലേലൂയ, ഉറപ്പ് നൽകിയിരുന്നു. മനുഷ്യർ സാധാരണ ആണയിടുന്നത് അവർ പറയുന്നതിന്റെ സത്യാവസ്ഥ ഉറപ്പിക്കുകയും അതിന്റെ ഗൗരവത്തെ കണക്കാക്കിയുമാണ്. എന്നിട്ട് അവർ മനുഷ്യനെ ചൊല്ലി അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അവർ ആണയിടുന്നത്, സത്യം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ യഹോവയായ ദൈവം എന്താണ് ചെയ്തത്? തന്നെക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് ദൈവത്തിൽ അബ്രഹാമിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, അവന്റെ ഗൗരവത്തെ അഥവാ ദൈവത്തിന്റെ ഗൗരവമായ വാക്കുകളെ നാം മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ദൈവം തന്നെയാണ് ആണയിട്ടു എന്ന് പറഞ്ഞാൽ മാനുഷിക രീതിയിൽ അല്ലെങ്കിൽ ഇടപെട്ടു എന്നാണ് അതിനർത്ഥം. ദൈവം അബ്രഹാമിനോട് ആണയിട്ടു എന്ന് പറഞ്ഞാൽ മാനുഷികമായ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു. അല്ലെങ്കിൽ ആ ദൈവമാണ് നമ്മെ നടത്തുന്നത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പ്രാർത്ഥനയെ അപേക്ഷിച്ചതുപോലെ ഞാനും പ്രാർത്ഥനയെ അപേക്ഷിക്കുക. നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, കാരണം പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്നു. ഹല്ലേലൂയ. ആ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ദൈവത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രക്തം ചെയ്യും. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോഴാണ്, പരസ്പരം കൈകോർക്കുമ്പോഴാണ്, ഒന്നിച്ച് മധ്യസ്ഥം ചെയ്യുമ്പോഴാണ്, സ്നേഹത്തോടെ നമ്മൾ ആ വിഷയം ഏറ്റെടുക്കുമ്പോഴാണ്, ആത്മാവിൽ ഒരു മനസ്സിലേക്ക് വരുമ്പോഴാണ്, ആത്മാവിൽ ഒരു ദൈവത്തിലേക്ക് വരുമ്പോഴാണ്, ആത്മാവിൽ നമ്മൾ ഒന്നിച്ച് പല സ്ഥലത്താണെങ്കിലും ഒന്നിച്ച് ഐക്യത്തിലെ ആത്മാവിൽ സ്നേഹത്താൽ പല സ്ഥലങ്ങളിൽ ഒന്നിക്കുമ്പോൾ അതിന്റെ നടുവിലും ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ വിദേശത്തിരിക്കുന്നവർ പോലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വിദേശത്ത് പോകാൻ കഴിയുന്നില്ല, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഈ മൊബൈലിലൂടെ നമ്മൾ അവർക്ക് വേണ്ടി അപ്പോൾ തന്നെ വിശ്വാസത്തെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്താണ്? ആത്മാക്കൾ തമ്മിൽ ഐക്യതയിൽ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ദൈവസ്നേഹം വെളിപ്പെടും. രക്തം ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായി യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. സകല ജഡത്തിന്റെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുളിര് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന മനുഷ്യനായിരിക്കുന്ന സകല ജഡത്തിൽ, അപ്പോൾ തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന സകല മൃഗങ്ങളും പക്ഷിമൃഗ ജാതികളും എല്ലാം ജഡങ്ങളാണല്ലോ. അദ്ദേഹത്തിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം നമ്മെ മറന്നു കളയില്ല. രക്തം ചെയ്യും. നമ്മെ മറന്നു കളയാത്ത ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നവൻ. അല്ലേല് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണും, മനുഷ്യരാൽ അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യരല്ല സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്.
അതേ, മനുഷ്യർക്ക് പലതും അസാധ്യമെന്ന് തോന്നും, എന്നാൽ നമ്മുടെ ദൈവത്തെ എല്ലാം സാധ്യമാക്കാൻ തരും. ഹല്ലേലൂയ. മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുവാൻ യഹൂദന്മാരുടെ പ്രമാണങ്ങൾക്കോ തത്വങ്ങൾക്കോ ചിന്തകൾക്കോ അവർ മതമേലാളന്മാർക്കൊണ്ടോ അവരുടെ പഠിത്തങ്ങൾ കൊണ്ടോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. ലാസർ മരിച്ചത് തന്നെയാണ്. നഷ്ടപ്പെട്ടത് മാർത്തയ്ക്കും മറിയയ്ക്കും നിങ്ങളുടെ സഹോദരന. അവർക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ, കണ്ണുനീർ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ, മരിച്ചതിനെ ജീവൻ കൊടുക്കുവാൻ, ഇല്ലായ്മയുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് കഴിഞ്ഞു. മരിച്ചുപോയ ലാസറിനെ 4-ാം ദിവസം ജീവനോടെ മാർത്തയ്ക്കും മറിയയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൈവം, യാഗിറോസിന്റെ മകൾക്ക് ജീവൻ കൊടുത്ത ദൈവം, നയിലെ വിധവയുടെ മകന് ജീവൻ കൊടുത്ത ദൈവം, നിന്റെ മരവിച്ച് കിടക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി തരാൻ പോവുകയാണ്. നിനക്ക് അസാധ്യമെന്ന് തോന്നിയ സകല വിഷയത്തിനും യേശു മറുപടി നൽകാൻ പോവുക. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട. കഷ്ടതയിലൊഴിക്കുന്ന ചില കുടുംബങ്ങളോട് വചനം കേൾക്കുന്നവരുടെ ദൈവാത്മാവ് പറയുകയാണ്, മരവിച്ചിരിക്കുന്ന വിഷയങ്ങളെ ദൈവം ജീവിപ്പിക്കാൻ പോവുകയാണ്, പുനർജീവിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇവിടെ ദൈവം ഹല്ലേലൂയ അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ കാരണം എന്താണ്? അബ്രഹാമിന്റെ ദീർഘക്ഷമയോടുള്ള വാഗ്ദത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ദീർഘക്ഷമയോടെ ദൈവസനിൽ കാത്തിരിക്കുകയാണ്, ദൈവത്തെ ചോദ്യം ചെയ്യാതെ. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് നൽകിയ സ്തോത്രം? ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം, ധൃതി പിടിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ അലസരായി മാറരുത്, നിങ്ങൾ മുറുമുറുപ്പുകാരായി മാറരുത്. രക്തം ചെയ്യും. അതെ, വാഗ്ദത്തത്തിന് സമയമുണ്ട്, ദർശനത്തിന് അവധിയുണ്ട്. ഹബക്കൂക്ക് 2 വരുമ്പോൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. വാഗ്ദത്തത്തിന് സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ടെന്ന് സഭാപ്രസംഗയുടെ പുസ്തകം 3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അത് എല്ലാത്തിനും ദൈവത്തിന് സമയമാണ്. നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ ധൃതി പിടിച്ചാൽ, നമ്മൾ പിറുപിറുത്താൽ, നമ്മൾ അലസരായി മാറിയാൽ, നമ്മൾ നിരാശരായി മാറിയാൽ, അത് നമ്മെ രോഗത്തിലേക്കും ദുഃഖത്തിലേക്കും പിന്മാറ്റത്തിലേക്കും കൊണ്ടുപോകും. അബ്രഹാമിനെ നോക്കി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന മനുഷ്യൻ 75 വയസ്സിൽ വാഗ്ദത്തം കേട്ടിട്ടും വാഗ്ദത്ത സന്തതിയെ തനിക്ക് ലഭിക്കാതെ നീണ്ട 24 വർഷം കൂടെ പിന്നിട്ട് 99 വയസ്സായപ്പോഴും ഹല്ലേലൂയ 99ാമത്തെ വയസ്സിൽ താൻ പരിച്ഛേദനയിക്കുന്ന സമയത്തും വാഗ്ദത്തം പ്രാപിച്ചിട്ടില്ല. ഹല്ലേലൂയ. 18-ാം അധ്യായത്തിൽ ദൈവം സംസാരിച്ചു. 21 മകനെ കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനല്ലേ. അത് നിനക്കും ചില വിഷയങ്ങളെ തരാൻ പോകുക ദൈവം നിന്റെ വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങൾ നിവർത്തിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുമോ? രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമായി ഓരോന്നിനും ഓരോ കാലമുണ്ട്. സാധാരണയായി ഒരു കോഴി മുട്ടയിടുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. മുട്ടയിടുന്ന കോഴിയുടെ മുട്ടയെല്ലാം പിറക്കി വെച്ച് തള്ളക്കോഴിയെ അടയിരുത്തി തള്ളക്കോഴി 21 ദിവസം ദീർഘക്ഷമയോടെ ആ മുട്ടയുടെ മേൽ പൊരുന്നയിരിക്കണം. ഹല്ലേലൂയ. മുട്ട അടവെച്ച് പിറ്റേ ദിവസം മുട്ട കൊത്തി വിരിക്കാൻ കോഴിക്ക് കഴിയില്ല. തള്ളക്കോഴി 21 ദിവസം ആ മുട്ടയ്ക്ക് ചൂട് കൊടുത്ത് ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. ആ മുട്ടകളിന്മേൽ അമർന്നിരിക്കണം തള്ളക്കോഴി. ഒരു ആന ഗർഭം ധരിച്ചാൽ അമ്മയാന ആ കുഞ്ഞിനെ 1 വർഷത്തിന് മേലെ തന്റെ വയറ്റിൽ ചുമക്കണം. ഹല്ലേലൂയ. ഒരാന ഗർഭം ധരിച്ചാൽ ഹല്ലേലൂയ ആനക്കുട്ടി പുറത്തു വരാൻ വേണ്ടി തള്ളയാനെ 1 വർഷത്തിന് മേൽ കാത്തിരിക്കണമെന്നാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചത്. ഒരു മനുഷ്യന്, ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ ഹല്ലേലൂയ വിവാഹ ജീവിതത്തിലൂടെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഉദരത്തിൽ വരുന്ന കുഞ്ഞിനെ പുറത്തവരുടെ കരങ്ങളിലെടുത്ത് ലാളിക്കണമെങ്കിൽ, പാലൂട്ടി വളർത്തണമെങ്കിൽ 9 മാസവും 9 ദിവസവും 9 വിനാഴിയും എന്ന് നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, സയൻസ് പറയുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. കാത്തിരിപ്പ. ഈ മാതാവ് ഇത്രയും കാലം തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ കണ്ടിട്ടില്ല. അതെങ്ങനെ ഇരിക്കുന്നു, അതെന്താ നിറമാണ്, അതിന്റെ സൗന്ദര്യം എന്താണ്?
ആണാണോ പെണ്ണാണോ പണ്ടൊക്കെ ലിംഗ നിർണ്ണയം നടത്തുക. ഇപ്പൊ അതൊക്കെ പ്രശ്നമായതുകൊണ്ട് അതൊന്നുമില്ല. അങ്ങനെ എന്നാൽ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേരിയ അങ്ങനെ ആ ആ മാതാവ് എന്ത് ചെയ്യുന്നു? തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ പ്രസവിച്ച് തൻ്റെ കരങ്ങൾ കൊണ്ടെടുത്ത് പാലൂട്ടി വളർത്തുവാൻ, അതിനെ മോനെ എന്ന് വിളിക്കുവാൻ, മോളെ എന്ന് വിളിക്കുവാൻ ആകാംക്ഷയോടെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നൊരു മാതാവ്. എൻ്റെ ഏരിയ നിങ്ങളൊക്കെ ചിന്തിക്കാറില്ലേ? അതൊക്കെ ചിന്തിക്കണം. പ്രതീക്ഷയോ ഒരു MBBS ഡോക്ടറാകണമെങ്കിൽ അല്ലേരിയ നമ്മൾ 5 വർഷം ആ MBBS പഠനം നടത്തണം. ക്ഷമയോടെ കാത്തിരുന്ന് അവിടെ ചെയ്യുന്നതൊക്കെ കണ്ട് കേട്ട് പഠിച്ച് അതിനുള്ള ഫീസുകളൊക്കെ കൊടുത്ത് നമ്മൾ വളരെ വളരെ വലിയ അധ്വാനിച്ച് വേണം ഒരു ഡോക്ടറാകാൻ. ക്ഷമയാണ് ഇവിടെയൊക്കെ. അല്ലേരിയ സ്വതം അല്ലേരിയ. അങ്ങനെ വിവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവസ്നേഹ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാമിനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അബ്രഹാമിന് മാത്രമല്ല, ആ ദൂത് നിന്നോടാ സഹോദര സഹോദരി. ആ ദൂത് നിനക്ക് വേണ്ടി ദൈവം പറയുക. ഈ ദൂത് നിന്നോട്, നിന്റെ കുടുംബത്തോടുവാ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തോടാ. അല്ലേ? അപ്പം തന്നെ ഈ ദൂത് തന്നെ രാത്രി ദൈവം എന്നോട് സംസാരിച്ചതാ. നിന്നോട് സംസാരിക്കുക. അത് നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു, നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ആടുമാട് കന്നുകാലികളെ, നിന്റെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. നിന്റെ കാർഷിക മേഖലയിൽ നിന്റെ വയലിലെ വിത്തുകളെ എല്ലാം ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ജോലി, നിനക്ക് ഉന്നതമായ സ്ഥാനക്കയറ്റം, നിന്റെ സാലറി വർധനവ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. കരപിടിച്ചൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നത് ചിലരുടെ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടാൻ പോകുന്നതാണ്. പ്രൈസോ. ആകാശത്തിന്റെ കിളിവാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നീ പറഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ ആകാശത്തിന്റെ കിളിവാതിൽ എനിക്ക് വേണ്ടി തുറക്കണമേ, എന്റെ കഷ്ടങ്ങളെ ഒന്ന് മാറ്റണമേ. ഇസഹാക്കായ ദേശത്ത് വിത്ത് വിതച്ചു. അല്ലേരിയ, അവന് 100 മേനി വിളവ് കിട്ടി. അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു ധനവാനായി തീർന്നെന്ന് ഉൽപ്പത്തി 26:12 വായിക്കുന്നുണ്ട്. അല്ലേരിയ, അത് നിന്നെ ദൈവം അല്ലേരിയ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നീ എന്ത് ചെയ്തോ ആദ്യമേ 30, 60, 100 മേലി തരാൻ ദൈവം ആഗ്രഹിക്കുക. നിന്നെ എന്ത് ആഗ്രഹിക്കുന്നോ ആ വിഷയത്തിന്മേൽ, നീ എന്ത് പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിന്മേൽ, നീ എന്ത് ചിന്തിക്കുന്നു ആ വിഷയത്തിന്മേൽ ദൈവം 30, 60, 100 മേനി നല്ല നിലത്ത് വിതച്ച വിത്ത് പോലെ 30, 60, 100 മേനിയായി നിന്റെ വിഷയത്തിന് മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദാവേ, യുവാവേ, യുവതീവാന്മാരോട് പറയട്ടെ, വിശ്വസിക്കുക. അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്നത് പോലെ നിനക്ക് ഇരിപ്പാൻ കഴിയുമോ? എന്താ ചെയ്യാം? ജോലിയില്ല, ഓർത്ത് നീ ഭാരപ്പെടേണ്ട. സാമ്പത്തികമില്ല, നീ ഭാരപ്പെടേണ്ട. പേഴ്സിലൊന്നുമില്ല, ഭാരപ്പെടേണ്ട. കഷ്ടമാണ്, നീ ഭാരപ്പെടേണ്ട. രോഗമാണ്, ഭാരപ്പെടേണ്ട. എല്ലാത്തിനും ശാശ്വത പരിഹാരം യേശുവിനുണ്ട്. നീ രോഗിയാണെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയുമെന്ന്. നിന്റെ നരികമാണികളെ ഉറപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നിന്റെ നെവിരെ നിവർത്തുവാൻ, നീ തല താഴ്ത്തിയ സ്ഥാനത്ത് തല ഉയർത്തുവാൻ യേശുവിന് കഴിയും. അതെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ ലോകപ്രകാരം ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എല്ലാത്തിനും കാത്തിരിപ്പ് ആവശ്യമാണ്. ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ എത്ര നാൾ കാത്തിരിക്കണം? എത്ര ഓഫീസുകൾ കയറിയിറങ്ങണം? ആരുടെയെല്ലാം നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ആരുടെയും എതിർപ്പുകളും ഒക്കെ നിങ്ങൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യണം. എത്രയെല്ലാം പ്രതിസന്ധികളെ കടന്നാലാണ് ഞങ്ങൾക്കൊരു ജോലി കിട്ടുന്നത്. അതിന്റെ നടുവിൽ നിൽക്കൊരു ദീർഘക്ഷമ ആവശ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, കഴിഞ്ഞ നീണ്ട 25 വർഷം ദൈവത്തിന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദീർഘക്ഷമയോടെ കാത്തിരുന്ന് യഹോവയായ ദൈവം വാഗ്ദത്തം പറഞ്ഞ സന്തതിക്ക് വേണ്ടി അബ്രഹാം ക്ഷമയോടെ ഇരുന്നെങ്കിൽ നീയും ക്ഷമയോടെ ഇരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെന്തിനാ ക്ഷമയോടെ ഇരിക്കണം? ഹല്ലേലൂയ. ക്ഷമയുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും നേടാൻ പറ്റും. വെറും ക്ഷമയില്ല, ദീർഘക്ഷമ വേണം. അബ്രഹാം അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിച്ചെന്നാ. എന്നാൽ അവിടെ സാറയ്ക്ക് ദീർഘക്ഷമയില്ലായിരുന്നു. വാഗ്ദത്തം കേട്ട് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത സന്തതി സാറയുടെ ഉദരത്തിൽ ജനിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ സാറയ്ക്കൊരു സംശയം,
ഞാൻ പ്രായമായവളാ, ഇനി എനിക്ക് കുട്ടിയെ പ്രസവിക്കാൻ കഴിയില്ല, ഉദരത്തിൽ ഗർഭം ധരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സാറയുടെ ക്ഷമ നഷ്ടപ്പെട്ടു. സാറയുടെ ക്ഷമ നഷ്ടപ്പെട്ടപ്പോൾ സാറ എന്ത് ചെയ്തു? തന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന തന്റെ വീട്ടുവേലക്കാരി, തന്റെ ദാസി ഹാഗറിനെ, എല്ലാ വീട്ടിലും വേലക്കാരി നിർത്താറുണ്ടല്ലോ, ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ അന്ന് അബ്രഹാമിന്റെ ഭാര്യയായ സാറയ്ക്കും വീട്ടിൽ തന്നെ സഹായിപ്പാൻ, ഇവിടെ വേല ചെയ്യുവാൻ, ജോലി ചെയ്ത് കൊടുക്കാൻ തന്നെ സഹായിപ്പാൻ വേലക്കാരി, ആ വേലക്കാരിയാണ് ഹാഗർ. തന്റെ വീട്ടിലെ ദാസിയായി അന്ന് ഹാഗറിനെ അബ്രഹാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് സാറ പറഞ്ഞു, ഞാനിനിയും പ്രസവിക്കത്തില്ല, എന്റെ ഗർഭപാത്രമൊക്കെ ചുരുങ്ങി, പുത്രോത്പാദനത്തിന്റെ ഗർഭപാത്ര ശക്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ യജമാനനെ, എന്റെ ദാസിയായിരിക്കുന്ന ഹാഗറിനെ പരിഗ്രഹിച്ച് അവൾക്കൊരു പുത്രൻ ജനിപ്പിക്കുക, ആ പുത്രൻ എന്റെ മകനായി മാറുമെന്ന് സാറ പറഞ്ഞ വാക്ക് കേട്ട് അബ്രഹാം എന്ത് ചെയ്തു? ഹാഗറിന്റെ ഒരു കുട്ടിയെ ജനിപ്പിച്ചു. അവന്റെ പേരായി ഇസ്മായിൽ. ഹല്ലേലൂയ. കണ്ടോ, സാറയുടെ ക്ഷമ നഷ്ടപ്പെട്ടു, പക്ഷെ അബ്രഹാമിന്റെ ക്ഷമ നഷ്ടപ്പെട്ടില്ല. സാറയുടെ വാക്കുകൾക്ക് മുമ്പിൽ അബ്രഹാം വിധേയപ്പെട്ടെങ്കിലും അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. എന്റെ സ്വത്തിന്റെ, എന്റെ അവകാശത്തിന് മുഴുവൻ അവകാശി ദമ്മേശക്കാരനായിരിക്കുന്ന എലയാസർ ആകരുത്, എന്റെ സമ്പത്തിന്റെ മുഴുവൻ അവകാശി, എന്റെ സ്വത്തിന്റെ മുഴുവൻ അവകാശി എന്റെ എന്നിൽ നിന്ന് ജനിക്കുന്ന, ഞാൻ ജന്മം കൊടുക്കുന്ന, എനിക്ക് വാക്തത്വം ചെയ്ത, അവിടുന്ന് വാക്തത്വം പറയുന്നത് എന്റെ മകന് തന്നെ കിട്ടണമെന്നുള്ള ദീർഘക്ഷമ അബ്രഹാമിനുണ്ടായിരുന്നു. പ്രൈസോ, ഹല്ലേലൂയ. അതാണ് അബ്രഹാം ദീർഘക്ഷമയുടെ വാക്തത്വം പ്രാപിച്ചത്. നിങ്ങൾക്ക് ദീർഘക്ഷമ ആവശ്യമാണ്. പ്രൈസോ, ഹല്ലേലൂയ. നിങ്ങൾ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദീർഘക്ഷമയോടെ ദൈവത്തിന്റെ വാക്തത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കെ, ആ പ്രാർത്ഥന ദൈവം കേൾക്കും കേട്ടോ, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ സാറയ്ക്ക് ക്ഷമയായിരുന്നു, അബ്രഹാമിന് ദീർഘക്ഷമയായിരുന്നു. നമ്മുടെ കർത്താവിന്റെ ക്ഷമയല്ല, ദീർഘക്ഷമയാണ്. നമ്മളെ ഏത് തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും നമ്മുടെ ഏത് പാപങ്ങളെയും ക്ഷമയോടെ കാണുവാനല്ല ദൈവം ചെയ്യുന്ന, ദീർഘക്ഷമയോടെ കണ്ടതിന് പരിഹാരം നൽകിയ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരം ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് 1 പത്രം 2 പത്രോസിന്റെ ലേഖനം 3:10 വരുമ്പോൾ കാണുന്നുണ്ട്. ലേലിയ, നമ്മുടെ കർത്താവ് ദീർഘക്ഷമയുള്ളവനാ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്നെ കേൾക്കുന്ന യുവതിയൊക്കെ, നമ്മുടെ കർത്താവ് ദീർഘക്ഷമയുള്ളവനാ. നിന്നെ കൈവിട്ട് കളയത്തില്ല. നിന്നെ അനുഗ്രഹിക്കും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ എവിടെ നിന്നിച്ചോ അവിടെ ദൈവം നിന്നെ മാനിക്കാൻ പോവുക. സ്തോത്രം, രക്തം ചെയ്യും. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട കേട്ടോ. ഇന്ന് നീ ദുഃഖത്തോടു കൂടി ഇരിക്കുന്ന, വേദനയോടെ സങ്കടപ്പെട്ട് മനുഷ്യന്റെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ മാമിലയും വളരെ വിങ്ങിപ്പൊട്ടുന്ന അനുഭവമല്ലേ നിനക്ക്? ആ അനുഭവത്തെ മാറ്റി നിന്നെ ദൈവം സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ കരച്ചിലിനെ ദൈവം മാറ്റും. സ്തോത്രം. ഇവിടെ ദൈവവചനം വായിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന് ജനമേ, എന്നെ കേൾക്കുന്ന സഹോദര സൗരി, കർത്താവ് നിങ്ങൾക്ക് തന്ന വാഗ്ദത്തം നിറവേറുവാൻ കാലങ്ങൾ താമസിച്ചാലും ദിവസങ്ങൾ നീണ്ടാലും നിങ്ങൾക്ക് തന്ന വാഗ്ദത്തം നിറവേറുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. യേശു പറഞ്ഞതാണ്. ഇപ്പോഴത്തെ നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കും. അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ചെയ്ത് 25 വർഷം അബ്രഹാം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാം അവസാനം ഒന്നുമില്ല, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ കഴി കൊണ്ടോ ശക്തി കൊണ്ടോ എന്റെ പണം കൊണ്ടോ എന്റെ ആടുമാട് കന്നുകാലികൾ കൊണ്ടോ എനിക്കൊരു പുത്രനെ ജനിപ്പിക്കാൻ എന്റെ ബുദ്ധി കൊണ്ടൊന്നും കഴിയുകയില്ല എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് എത്തി. വെറും സ്വീകരമായിട്ടെത്തി. അപ്പോഴാണ് ദൈവം തുടങ്ങുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ താമസം വരും. നമ്മുടെ കഴിവും ബുദ്ധിയും പ്രമാണവും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും ദിവ്യാഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും ഞാൻ എന്നുള്ള ഭാവവും, ഹല്ലേലൂയ, ഞാൻ എനിക്ക് എന്റെ എന്നൊക്കെയുള്ള നിങ്ങളുടെ മനോഭാവമാണ് പലപ്പോഴും വാഗ്ദത്തം പ്രാപിപ്പാൻ, വാഗ്ദത്തം നിറവേറാൻ താമസം. അബ്രഹാമിനെ പോലെ ദീർഘക്ഷമയോടെ ഇരിക്കണം. രക്തം ചെയ്യും. ഞാനെന്നുള്ള ഭാവങ്ങൾക്ക് മാറ്റണം. ഒന്ന് താഴ്ത്തി കൊടുക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. ഇന്ന് പകലിനെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, മരുഭൂമിയുടെ ഏകാന്തതയില് കഷ്ടപ്പെടുന്നേ, ഹല്ലേലൂയ, ജീവിതത്തിൽ സ്വസ്ഥതയില്ല, നല്ലൊരു ഭക്ഷണമില്ലാതെ, നല്ലൊരു വസ്ത്രമില്ലാതെ
ആവശ്യത്തിന് സാലറി ഇല്ലാതെ നാട്ടിലേക്ക് വരുന്ന സ്വന്തക്കാരെ ബന്ധുക്കാരെ കാണുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയ ശ്രോതാവി, അല്ലേലിയ, വിദേശ രാജ്യത്ത് ജോലിക്ക് പോയിട്ട് നല്ല ജോലി കിട്ടാൻ നല്ല സാലറി ഇല്ലാതെ ഞെരുങ്ങിക്കഴിയുന്ന പ്രിയപ്പെട്ടവരെ, വീടിന്റെ കാര്യം നോക്കി ഉത്തരവാദിത്വം നോക്കി അവിടെ വിദേശ രാജ്യത്ത് ജോലിക്ക് പോയ സഹോദരിമാർ കഷ്ടം സഹിക്കുന്നവരെ പരിശുദ്ധാത്മാവ് പറയുക, ദീർഘക്ഷമയോടെ ഇത് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ തരും. ഇന്ന് നിനക്ക് കഷ്ടമാണെങ്കിലും വേദനയാണെങ്കിലും നൊമ്പരമാണെങ്കിലും അതിനപ്പുറത്തൊരു വിജയം ദൈവം വെച്ചിട്ടുണ്ട്. അല്ലേരിയ, ഒരു കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടെന്നെങ്കിൽ ചിന്തിക്കണം. ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്. അല്ലേരിയ, എല്ലാ നദികളും താഴേക്കാണ് ഒഴുകുന്നത്, ഒരു നദിയും മുകളിലേക്ക് ഒഴുകാറില്ല, എല്ലാ നദിയും താഴോട്ടൊഴുകുകയാ. അല്ലേരിയ, അപ്പോൾ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്. എല്ലാ നദികളും താഴേക്ക് ഇറങ്ങുന്നത് ഒഴുകി ഇറങ്ങുന്നത് പോലെ അത് നിന്റെ ജീവിതത്തിലും ചില കയറ്റിറക്കങ്ങളുണ്ട്. പക്ഷേ നദി താഴോട്ട് ഒഴുകി ഇറങ്ങി വരുന്നത് പോലെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം ഉയരത്തിൽ ദൈവം നിനക്ക് തരാൻ പോവുക. നദി ഒഴുകി ഇറങ്ങി വരുന്നത് പോലെ, അത് വിശാലമായ പരപ്പിലേക്ക് എത്തുന്നത് പോലെ, പല ശാഖകളായി മാറുന്നത് പോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അങ്ങനെ. അതുകൊണ്ട് അബ്രഹാമിന്റെ ദൈവം പറഞ്ഞത്, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ പൊടിയെ പോലെ, കടൽക്കരയിലെ മത്സരികളെ പോലെ ഒരു വലിയ പരപ്പ്, വിശാലത വ്യക്തം ചെയ്യും. ഞാൻ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ വളരെ സന്തോഷം. പുതിയ നിയമത്തിൽ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയത്തെ ഞാൻ നിറയ്ക്കുമെന്ന്, കരയുണ്ട് ഞാൻ നിന്റെ കണ്ണുകൾ തുടയ്ക്കുമെന്ന്. അതാണ് എൻ്റെ പ്രത്യാശ കേട്ടോ, അതാണ് എൻ്റെ വിശ്വാസം. അല്ലേലിയ, അത് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം, യേശുവിനോട് ചേർന്നിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവോട് ചേർന്നിരിക്കണം, വാക്തന് കാത്തിരിക്കണം. അല്ലേലിയ, ആമിയുടെ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നൊരു വാക്യമുണ്ട്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത്, 18-ാം അധ്യായം 7-ാമത്തെ വാക്യം. അല്ലേലിയ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയോ, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നമ്മളോട് പറയുന്നു. ഇവിടെ എന്താണ് അതിന്റെ ചരിത്രം? അതിന്റെ ചരിത്രം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് ഉള്ളതിന് കർത്താവ് പറഞ്ഞൊരു ഉപമയാ. അല്ലേലിയ, ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ന്യായാധിപൻ ആ പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവി ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗികൾ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്നെന്റെ മുഖത്തടിക്കും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. നിരന്തരം ഈ ന്യായാധിപനെ വിധവ അസഹ്യപ്പെടുത്തുകയാണ്. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ല അവളുടെ വിഷയം പ്രതിക്രിയ നടത്തി കൊടുക്കാൻ. അവസാനം അവൾക്ക് മനസ്സിലായി, ഇവൾ നിരന്തരം എന്നെ ശല്യം ചെയ്യുക, ഇനി ഞാൻ അവളുടെ വിഷയത്തെ പ്രതിക്രിയ നടത്തിയില്ല, അവൾ എന്റെ മുഖത്തടിക്കുമെന്നുള്ള ചിന്തയിലേക്ക് അവൻ വരികയാണ്. അല്ലേലിയ, സ്തോത്രം. അല്ലേലിയ, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ, ദൈവമോ. അപ്പോഴാണ് അനീതിയുള്ള ന്യായാധിപൻ പറയാണ്, അപ്പോൾ അല്ലേലിയ, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിന്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയോ. അതെന്നെ അനീതിയുള്ള ന്യായാധിപന്റെ ഉള്ളിൽ പോലും ആ ചിന്താഗതി വന്നു. അതെ സ്നേഹിത, നിന്റെ നിലവിളിക്ക് പ്രാർത്ഥന നൽകി, നിന്റെ വിഷയങ്ങൾക്ക് പ്രതിക്രിയ നൽകി നിന്നെ രക്ഷിക്കുന്നവനാ ദൈവം. വ്യക്തം ചെയ്യും. ഉള്ളം കൊണ്ട് നീ കലങ്ങിപ്പോകരുത്, മനസ്സുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിൽ നീ ആത്മഹത്യക്ക് ശ്രമിക്കരുത്. അല്ലേലിയ, പറയിപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവണതയാണ്, കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. പെട്ടെന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് കിണറ്റിൽ ചാടുക, അല്ലെങ്കിൽ ആറ്റിൽ ചാടുക, നദിയിൽ ചാടുക, കടലിൽ ചാടുക, അല്ലെങ്കിൽ ട്രെയിനിന് മുമ്പിൽ ചാടുക, വിഷം കുടിക്കുക, തൂങ്ങി വരിക്കുക. ഇപ്പോഴത്തെ പരിപാടി ഇതാണ്. നിത്യനരകത്തിലേക്ക് നീ പോകുന്നത്. നീ ആത്മഹത്യ ചെയ്തുകൊണ്ട്, ഏതെങ്കിലും വിധത്തിൽ നീ ആത്മഹത്യ ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്കൊരു നേട്ടവുമില്ല. നീയും നിന്നോടൊപ്പം ആത്മഹത്യക്ക് നീ ചെയ്യിപ്പിക്കുന്നവരെ നീ ഒന്നിച്ച് നരകത്തിലേക്ക് പോവുകയാണ്. ഈ ഭൂമിയിൽ അനുഭവിച്ചതിന്റെ എത്രയോ മടങ്ങ് കഷ്ടതയാണ് നീ നരകത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. ലേരിയ,
അതുകൊണ്ട് ഏത് വിഷയത്തിൽ നീ ആത്മഹത്യ ചെയ്യരുത്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയോ അത് നിന്റെ പ്രശ്നത്തിന് അവൻ പ്രതിക്രിയ നടത്തി നിന്നെ രക്ഷിപ്പാൻ യേശുവിനെ വഴി നീ ദീർഘക്ഷമയോടെ ഇരിക്കുന്നെങ്കിൽ രക്തജയം. ഏത് പ്രശ്നമുണ്ടെങ്കിലും ഏത് പ്രശ്നവും നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്ത, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്ന ഏത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾ ആ വിഷയമായി നിങ്ങളുടെ അടുത്തുള്ള ഒരു സഭയിൽ ചെന്നിട്ട് ആ സഭയിലെ ദൈവദാസനോട് ആ വിഷയം പങ്കുവെക്കണം. നിങ്ങളുടെ വീടിനടുത്തൊരു വിശ്വാസിയുടെ കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിശ്വാസിയുടെ കുടുംബത്തിൽ ചെന്ന് നിങ്ങളുടെ വിഷയത്തെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അവരോട് ചേർന്ന് പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് പ്രതിക്രിയ നടത്തി രക്ഷിപ്പാൻ, നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറ്റുവാൻ, നിന്റെ തലമുറയുടെ ശാപം മാറ്റുവാൻ, നിന്റെ ബന്ധനങ്ങളെ അഴിയിക്കുവാൻ, നിന്റെ കഷ്ടങ്ങൾ മാറ്റുവാൻ, നിന്റെ നഷ്ടങ്ങളെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ നൽകുവാൻ, നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ അനുഗ്രഹിച്ചു നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുവാൻ എന്റെ ദൈവത്തിന്റെ കരുണ നിനക്ക് വേണ്ടി വെളിപ്പെടും. അവിടെ ജീവിതത്തിന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നീ തകരരുത്. ഹല്ലേലൂയ. നിന്ദകൾ നിനക്കെതിരെ കടന്നു വരും. അപവാദങ്ങൾ നിനക്കെതിരെ പറയും. അപവാദങ്ങൾ സൃഷ്ടിപ്പാൻ, അപവാദം പറഞ്ഞ് നിന്നെ തേജോവധം ചെയ്യുവാൻ, നിന്നെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് സാത്താൻ പലരെ എഴുന്നേൽപ്പിക്കും. നിന്നെ അപമാനിക്കും, നിന്നെക്കുറിച്ച് പരിഹാസം പറയും, നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് നിന്നെ ഭാരപ്പെടുത്തുന്ന വ്യക്തികളിൽ വ്യാപരിക്കുന്ന സാത്താൻ പിശാച. അവർ ദുർഭൂതങ്ങളാൽ നയിക്കപ്പെടുന്നവരാ. അങ്ങനെ ദുർഭൂതങ്ങളുടെ ദുർവാക്ക് കേട്ട് നീ തകർന്നു പോകരുത്. മാനാപമാനങ്ങൾ, നിന്ദകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ കടന്നു വന്നാലും നീ നിരപരാധിത്തനായി ജീവിക്കുകയാണ്. നീ നിരപരാധിയായി സത്യസന്ധമായി വിശുദ്ധിയോടെ ജീവിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. നിന്നെ നിന്ദിച്ച് അപമാനിച്ച് പരിഹസിച്ച് നിന്നെ തകർക്കുവാൻ വേണ്ടി നിനക്കെതിരെ അപവാദം പറഞ്ഞ കുടുംബങ്ങളെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടും. തലമുറകളുടെ മേൽ വെളിപ്പെടും. വിശ്വസിക്കണം. എത്രയെത്ര സംഭവങ്ങളെ വിളിച്ചു പറയാനുണ്ട്. രക്തം ചെയ്യും. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ഭക്തന്മാരെ, ദൈവത്തിന്റെ അഭിഷക്തന്മാരെ ദൈവം തൊടാൻ സമ്മതിക്കത്തില്ല. ദൈവത്തോട് രാപ്പകൽ നിലവിളിക്കുന്ന നാമെ തന്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം നിന്നെ തകർക്കാൻ അല്ലെങ്കിൽ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കരുണയുള്ളവനാ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടുവെന്ന് ലൂക്കോസിന് ശേഷം 21:19 വായിക്കുന്നുണ്ട്. ക്ഷമ കൊണ്ട് നമ്മുടെ പ്രാണനെ നേടണം. ക്ഷമ കൊണ്ട് നിനക്ക് പ്രാണനെ നേടുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിനകത്ത് നിലനിൽപ്പുള്ളൂ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഹല്ലേലൂയ പറയുന്ന ഭാഗമാണ് ലൂക്കോസിന് വിശേഷം 21:19 വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ യേശു ക്രിസ്തു ഒലിവുമല പ്രഭാഷണത്തിൽ ഹല്ലേലൂയ ശിഷ്യന്മാരുമായി സംഭവിക്കുമ്പോൾ എപ്പോൾ ഇതിന്റെ എല്ലാം അവസാനം ഉണ്ടാകും എന്ന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, എല്ലാറ്റിനും മുമ്പ് എന്റെ നാമം നിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെ നാടുവാഴികളുടെ മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും. ആകയാൽ പ്രതിവാദിപ്പൻ മുമ്പ് കൂട്ടി വിചാരിക്കാതെ ഇരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുകയും. തുറന്ന് ശിഷ്യന്മാരോട് വന്നിട്ട് പറയുക, നിങ്ങൾ ക്ഷമ കൊണ്ട് ഹല്ലേലൂയ നിങ്ങളെ പ്രാണനെ നേടും. അതെ, ക്ഷമ കൊണ്ട് ഇപ്പം നടക്കുന്ന സംഭവം അതാ. കേരളത്തിന്റെ 29 സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാട്ട് എവിടെയും അക്രമം, ക്രൈസ്തവർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട് ക്രൈസ്തവരെ ഭൂമുഖത്തുനിന്ന് ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ ഒന്നടങ്കം എഴുന്നേറ്റ് ഹല്ലേലൂയ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ശ്രമിക്കുമ്പോൾ നീ ക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ ക്ഷമ കൊണ്ട് നിന്റെ പ്രാണനെ നേടുവാൻ കഴിയും. നമുക്ക് യുദ്ധം ചെയ്യാനോ വാളെടുത്ത് പോരാനോ എതിരിടാനോ നമുക്ക് കഴിയില്ല. ദൈവം നമ്മെ സ്നേഹമാണ് പഠിപ്പിച്ചത്. നമുക്ക് ആയുധമെടുക്കുവാൻ, പോരാടുവാൻ, യുദ്ധം ചെയ്യുവാൻ, തല വെട്ടുവാൻ, കൈവെട്ടുവാൻ, കാല് വെട്ടുവാൻ, കഴുത്ത് വെട്ടുവാൻ ഹല്ലേലൂയ നമുക്കൊന്നിനധികം അവകാശം തന്നില്ല. നമ്മളോട് കർത്താവ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ,
നിങ്ങൾ ദീർഘക്ഷമയോടെ ദൈവത്തിലിരിക്കാനാ പറഞ്ഞേ. അതുകൊണ്ട് ചിലരൊക്കെ ക്രൈസ്തവരുടെ മേൽ ഉരുണ്ട് കയറുന്നത് ആരോഗ്യമില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ വാളെടുക്കാൻ കൈയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങളുടെ കർത്താവ് സ്നേഹിപ്പാനാ പറഞ്ഞത്. ആരുടെയും രക്തം ഒഴുക്കുവാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ ഒരിക്കലും ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കും, വർഗീയ കലാപം സൃഷ്ടിപ്പാൻ, അതിന്റെ പേരിൽ വർഗീയ വിഷം ഇറക്കിവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞ ശത്രുക്കളെ സ്നേഹിപ്പാനാ. അല്ലേലിയ. അത് നമ്മൾ ക്ഷമ കൊണ്ട് നമ്മുടെ പ്രാണനെ നേടണം, രക്തം ചെയ്യും. അല്ലേലിയ. അപ്പം ചില സമയങ്ങളിൽ നാം മനുഷ്യൻ ധൃതി പിടിക്കും. ചില സമയങ്ങളിൽ മനുഷ്യൻ വളരെ ധൃതി പിടിക്കും. പലപ്പോഴും ആവശ്യമില്ലാതെ തിരക്ക് കൂട്ടും. അല്ലേലിയ. വാശി പിടിക്കും. എന്നാൽ ദൈവം ഒരിക്കലും മുമ്പേ ഒന്നും ചെയ്യുകയില്ല, പിമ്പേ ഒന്നും ചെയ്യില്ല. ചില ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വാശി പിടിക്കും. ഇപ്പം വേണം, ഇപ്പം നടക്കണം, ഇപ്പോൾ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, ഇപ്പോൾ തന്നേ പറ്റുള്ളൂ എന്നൊക്കെയാ ചെല്ല് പറയുന്നേ. ഇപ്പോൾ അല്ലടിയ നിങ്ങളൊന്നും തിരക്ക് പിടിക്കാതെ. അബ്രഹാം ഒന്നിനും തിരക്ക് പിടിച്ചില്ല. അവൻ മുമ്പേ ഒന്നും ചെയ്യത്തില്ല, പിമ്പേ ഒന്നും ചെയ്യത്തില്ല. ദൈവം എല്ലാം സമയത്തെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന നിങ്ങളുടെ വിഷയത്തിന് മറുപടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർത്തി പിടിക്കുക, തിരക്ക് കൂട്ടരുത്. അല്ലടിയ നിങ്ങൾ പിറുപിറുക്കരുത്, കാത്തിരിക്കാൻ തയ്യാറാകണം. ഈ ധൃതി പിടിക്കുക ഇപ്പം തന്നെ, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ചിലർ ഇപ്പം തന്നെ വേണം പ്രശ്നം, ഇപ്പം തന്നെ ചെയ്യണം, ഇപ്പം തന്നെ നടത്തണം, ഇപ്പം തന്നെ നമുക്ക് പോകണം എന്നൊക്കെ, ഇപ്പം തന്നെ അവിടെ ചെന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ അതിനോട് പോയിട്ട് ചാടരുത്. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരുന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കണം. അല്ലെ ദൈവം മുമ്പേയും പിമ്പയും പെട്ടെന്നൊന്നും ചെയ്ത് എല്ലാ സമയത്ത് ചെയ്തതിന് അവന്റെ സമയം വരുമ്പോൾ, ദൈവത്തിന്റെ സമയം വരുമ്പോൾ എല്ലാം ഭംഗിയായും കൃത്യമായും അവൻ ചെയ്യും. കനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു കുറഞ്ഞപ്പോൾ എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്നാ യേശു തന്റെ അമ്മയായിരിക്കുന്ന മറിയോട് പറഞ്ഞത്. എന്നാൽ മറിയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ യേശുവിനോട് വീഞ്ഞ് വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷെ യേശു പറയും, എന്റെ സമയം വന്നിട്ട്, എന്റെ നാഴിക വന്നിട്ടില്ല. അല്ലേലിയ. എന്നാൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ അല്ലേലിയ ആ സമയം, ആ നാഴിക വന്നപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അത് ദൈവം നിന്റെ കുടുംബത്തിന്റെ ഇല്ലായ്മയെ, ശോധനയെ, പോരായ്മയെ മാറ്റാൻ ദൈവം വിശ്വസ്തനാ. അബ്രഹാമെ, നിന്റെ പോരായ്മ മാറ്റുവാൻ നിനക്ക് 100 വയസ്സുള്ളവന്, നിന്റെ ഭാര്യ സാറയ്ക്ക് 90 വയസ്സുണ്ട്. അവളുടെ ഗർഭപാത്രം നിർജീവത്വം പ്രാപിച്ചതാ. നിനക്ക് പുത്രോത്പാദന ശക്തി കുറഞ്ഞു നിനക്ക് തോന്നുന്നു. നിങ്ങൾ 100ഉം 90ഉം വയസ്സിൽ നിൽക്കുന്നവരാ. പക്ഷേ എനിക്കൊന്നും അസാധ്യമല്ല. ഞാൻ സകല ജഗത്തിന്റെ ദൈവമായ യഹോവേ, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ നിനക്ക് തരും. ഹല്ലേലൂയ. നീ നിന്റെ മകന് ജന്മം കൊടുക്കും. സാറയുടെ ഗർഭപാത്രത്തിൽ ആ വാഗ്ദത്തസന്ധതി ജനിക്കും. അവൾ പ്രസവിക്കും, അവൾ കുഞ്ഞിനെ എടുത്ത് പാലുകൂട്ടി വളർത്തും. ഹല്ലേലൂയ. അത് ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. രക്തം ചെയ്യാൻ കാത്തിരിപ്പാൻ കഴിയണം കേട്ടോ. രക്തം ചെയ്യും. അവിടെ എന്നെ കേൾക്കുന്ന പരിശീലിക്കതേ, നിങ്ങളൊരു വീട് വെക്കാൻ സാധിക്കാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. മക്കളുടെ കല്യാണം നടക്കാൻ ഭാരപ്പെട്ടേക്കാം. മക്കൾക്കൊരു ജീവിതമില്ലാതെ ഭാരപ്പെട്ടേക്കാം. ഒരു തലമുറയില്ലാതെ നിങ്ങൾ ഭാരപ്പെട്ടേക്കാം. കടക്കണിയായിരിക്കാം, ജപ്തി നടപടിയായിരിക്കാം, നല്ലൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഏത് മേഖലയിലാണ് നീ ഭാരപ്പെടുന്നത്? അതിനെന്തെങ്കിലും ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. അതിന്റെ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് വായിച്ചത്? എബ്രായ ലേഖനം 6-ാം അധ്യായം 13-14-15 വാക്യങ്ങൾ. ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവരെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിന്റെ എല്ലാ പ്രശ്നം ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ട് ഭാരത്തോടെ, പ്രയാസത്തോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, കണ്ണുനീരോടെ ആയിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രസവമാവേ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നീ നീർന്ന മനസ്സുമായി കരയുന്ന കലങ്ങിയ കണ്ണുമായി
നൊമ്പരപ്പെടുന്ന സകല വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. ദീർഘക്ഷമയോടെ നീ ദൈവം സ്നേഹിപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടാൻ നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തെ 3 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാൻ തന്നിവസാന തൊഴിലാളികൾ ഇന്ത്യയിലെ 143 കോടി ജനം തലമുറ എണ്ണത്തിൽപ്പെടാത്ത ലോകരാജ്യം 800 കോടിയിലധികം ജനത്തിനായ തലമുറകൾക്കായി എണ്ണത്തിൽപ്പെടാത്ത സകല ജനത്തെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളുടെ കുടിലോട്ട് കൊട്ടാരത്തിലെ പാർക്കുന്ന എല്ലാവരെയും, എല്ലാ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ, എല്ലാ ഭരണപ്രദേശ പാർട്ടികളെയും, എല്ലാ മത മേലാളന്മാരെയും, എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും, എല്ലാ ഭരണ സംവിധാനം എടുക്കുന്ന രാജ്യരാഷ്ട്ര തലന്മാരെ, രാജാക്കന്മാരെ, പ്രധാനമന്ത്രി, പട്ടാള നേതാ ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന അതിർത്തികൾ കാക്കുന്ന വ്യവസായത്തിനായി ക്രമസമാധാന പാലിക മറുപാട് രംഗം നിൽക്കുന്ന പോലീസിന്റെ എല്ലാ ശിക്ഷകളെയും, എല്ലാ ഭാഗങ്ങളെയും, സകലം പുതുമായ സമ്പന്ന മേഖലയിൽ കടലോര വാസിക തീരദേശ മത്സ്യ ആഴക്കടലിൽ കടന്നു പോയിരിക്കുന്നവർ, കർഷക വെക്കാൻ ബോട്ടൽ യൂണിയനകത്ത് എല്ലാ പാടത്തും പറമ്പിലും കൂടിയിലും കൽപ്പണിയിലും ആയിരിക്കുന്ന എല്ലാ കമറ്റും പണ്ടടിച്ച് ചോര വീർപ്പാക്കുന്ന ജനം, ടാക്സ് ട്രൈബ്സ്, എല്ലാ ഹെവി വാഹനം പിടിക്കുന്നവർ, ആമിക്കരയിൽ കടനാമയും എല്ലാ കരയിൽ കടലും ആകാശം മാറുവാൻ വാഹനം പിടിക്കും, വാഹനം നിർമ്മിച്ച് സെറ്റ് ചെയ്യുന്നവർ എല്ലാവരെയും ഓർക്കുകയാണ്. കർത്താവ് ജനത്തെ വലിയ വ്യാപാരി, വ്യവസായം, വഴിയുടെ കച്ചവടക്കാരെ, ക്ഷീരമേഖല, കാർഷിക മേഖലയായിരിക്കുന്ന ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്ന മക്കൾ വേണ്ടി ആഗ്രഹിക്കുന്ന തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, ഒരു ഭവനം വെക്കാൻ ആകെ ഒരു ഭൂമിക്ക് വേണ്ടി കടക്കണികൾ ജപ്തി നേരിടുന്ന ബിസിനസ് പരാജയപ്പെട്ടിരിക്കുന്നവർ, കർത്താവ് ജീവിതം പെടുന്ന രാജ്യങ്ങളുടെ പലവിധം അപമാനങ്ങൾ വിധേയപ്പെട്ട് പരിഹാസത്തിൽ കടന്നു പോകുന്ന, വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന നൊമ്പരം അനുഭവിക്കുന്ന, ജോലിക്ക് വേണ്ടി വിസയ്ക്ക് വേണ്ടി പാസ്പോർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഉയർന്ന സാലറിക്ക് വേണ്ടി കർത്താവ് നല്ല ജോലിക്ക് വേണ്ടി നല്ലൊരു പൊസിഷന് വേണ്ടി പ്രൊഫഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിൽ ബാല്യ കൗമാരി യുവനത്തിലും തലമുറയിലായിരിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. മാനസികത്തെ കടന്നിരിക്കുന്ന എല്ലാവരും കർത്താവ് ഏർപ്പെടുത്തണമേ. സമ്പത്തുകൾ വർദ്ധിക്കട്ടെ, അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഴക്കാലമാണ് തീരദേശ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ മനോഹരങ്ങൾ താമസിക്കുന്നവർക്കാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്കൂൾ തുറക്കാൻ പോകുന്ന പേരച്ചില്ലെന്ന് ബലപ്പെടുന്ന കുട്ടികൾക്ക് ആവശ്യങ്ങളെല്ലാം ഉണ്ട്. കർത്താവി കാലവർഷക്കെടുതി കർത്താവ് പലയിടത്തും വെള്ളപ്പൊക്കം, ഡാമുകളൊക്കെ തുറക്കുന്നു. കർത്താവ് സൂക്ഷിക്കേണ്ട ജനത്തെ സൂക്ഷിക്കണമേ. അല്ലേരിയ കർത്താവ് രാവും പകലും യാത്ര ചെയ്യുന്ന വന്യമൃഗങ്ങൾക്ക് നാട്ടിലിറങ്ങി അനുഭൂതി മനുഷ്യരെ കൊന്നൊടുക്കുന്ന കർത്താവിയും, മനുഷ്യന്റെ ജീവന സ്വത്ത് സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് ആമി കർത്താവി സ്വതന്ത്രം സുഖിച്ച് സുഖലൊരു ജീവിതം നയിച്ച് മൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ജനത്തെ അവരുടെ സംരക്ഷണ കർത്താവി അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ ജനത്തെ സൂക്ഷിക്കണമേ. വന്യമൃഗങ്ങളുടെ ശല്യത്തെ കർത്താവ് ആനയും കടുവയും കർത്താവ് പുലിയൊക്കെ നാട്ടിലിറങ്ങി മനുഷ്യരെ ആടുമാട് കന്ന് കൊന്നുകൊടുക്കുമ്പോൾ അത് തിരിച്ച് കാട്ടിലേക്ക് തന്നെ മുടങ്ങുക, നാട്ടിലെ സംഹാരം നിർത്തുവാൻ ദൈവം ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ ദൈവത്തെ നീതി, അധികാരികൾ ഭരണ സംവിധാനങ്ങൾ തമ്മിൽ മത്സരിക്കുവാൻ അധികാരത്തിന് വേണ്ടി കടിച്ചുകൂടാൻ തമ്മിലടിച്ച് വെട്ടിവരിക്കുവാൻ അല്ലാതെ ജനത്തിന് വിഷയങ്ങൾ പരിഹാരമില്ലാതെ തീ പിടിച്ചപ്പോൾ നീറോ ചക്രത്തിൽ വീണ വായിച്ചതുപോലെ ജനം കഷ്ടത കൊണ്ട് വീറുമ്പോൾ, ജനം കർത്താവ് കഷ്ടത്തിലൊക്കെ പ്രതിസന്ധി കടന്നു പോകുമ്പോൾ, മൃഗങ്ങൾ ദേശത്ത് അക്രമിക്കുമ്പോൾ കർത്താവ് നീറോ ചക്രത്തിൽ കൂടെ വീണ വായിക്കുന്ന അധികാരത്തിന് തമ്മിലടിക്കുന്ന ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ കലാകാരന്മാരെയൊക്കെ ദൈവം സന്ദർശിപ്പാൻ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമക്കൾ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഐക്യ സാഹചര്യത്തിലെ കർത്താവ് സൂക്ഷിക്കും പരിപാലിക്കുകയും അവിടെ ആവശ്യമില്ല സ്വർഗ്ഗം അത്ഭുതം ചെയ്യണമേ. കർത്താവ് ഈ മഴക്കാല രോഗങ്ങൾ, പലതും കൊറോണ, മറ്റു വ്യാധികളൊന്നും പടർന്നു പിടിക്കാതെ ജനത്തെ സൂക്ഷിക്കാനായി സാമ്പത്തികം ജനിക്കുന്നവർ, കഷ്ടത കടന്നു പോകുന്നവർ, മക്കളെ ഭാവിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർ, വിധമായി സാമ്പത്തിക ക്ലേശം കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടതിൽ അനുഗ്രഹിക്കണമേ. സകലത്തിനും നീതി വെളിപ്പെടണം. ഇന്ന് പകൽ എല്ലാ ജനത്തെ അനുഗ്രഹിച്ചാട്ട് യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.